അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഞാൻ ഇങ്ങനെ എന്ത് കണ്ടന്റ് ചെയ്യും എന്നിങ്ങനെ ആലോചിച്ചിരിക്കുന്ന സമയത്ത് പ്രത്യേകിച്ചൊന്നും ഇങ്ങനെ കിട്ടണില്ല കേട്ടോ. അപ്പം ഞാൻ ഇങ്ങനെ എന്ത് ചെയ്യും എന്നിങ്ങനെ ആലോചിച്ചിരിക്കുന്ന സമയത്താണ് എനിക്കൊരു സംഭവം ഓർമ്മ വന്നത്. അത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ കയ്യിലുള്ള മേക്കപ്പ് പ്രൊഡക്ട്സ് കാണിക്കാമെന്ന് വെച്ച്. എനിക്കങ്ങനെ കൂടുതൽ മേക്കപ്പിൻ്റെ സംഭവങ്ങൾ അറിയില്ല, പക്ഷെ മേടിക്കണം എന്ന് കുറേ ആഗ്രഹമുണ്ട്, പക്ഷെ അത് യൂസ് ചെയ്യാൻ അറിയില്ല. അപ്പോൾ എൻ്റെ കയ്യിലുള്ളതും ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ കേട്ടോ, അത് ഞാൻ കാണിച്ചു തരാമെന്ന് ചോദിച്ചു. അപ്പം അതൊരു കണ്ടന്റ് ആക്കാമെന്ന് ചോദിച്ചു. അപ്പം അങ്ങനെ അപ്പം അത് വേണ്ട, ഈ ബാഗിലാണ് അതുള്ളത്. ഈ ബാഗ് ഒന്ന് സൂക്ഷിച്ച് നോക്കിക്കേ, എവിടെയെങ്കിലും കണ്ട് പരിചയമുണ്ടോ? ഇവിടെ ഇല്ല അല്ലേ, സോറി, ഇപ്പുറത്തെ സൈഡ്. ഞങ്ങൾ ഇപ്രാവശ്യം നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന സമയത്ത് നമ്മൾ എമിറേറ്റ്സിലാണ് വന്നത്. വാപ്സിയുടെ ടിക്കറ്റ് കിട്ടുമല്ലോ, അപ്പം അതിൽ നമുക്ക് ഇച്ചൂസിനെ കിട്ടിയതാണ് ഇത് കളിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ഇച്ചൂസിന് ഇപ്പം ഇതുകൊണ്ട് യൂസ് ഒന്നുമില്ല, ഞാനിതെടുത്തും അടിച്ചു മാറ്റി. അപ്പം ഇതിലാണ് സംഭവം ഉള്ളത് കേട്ടോ. അപ്പം ഇത് തുറക്കാൻ പോവാണ്. ഫസ്റ്റ് തന്നെ ഫെയർ ലവ്ലി. ഇത് ഫെയർ ലവ്ലി ഞാൻ കുറേ നാളായിട്ട് യൂസ് ചെയ്യണം. എനിക്ക് തോന്നുന്നു ചെറുതിലെ വെച്ചാൽ ഭയങ്കര ചെറുതിലെ മുതലല്ല, ഒരു 9-10 ഒക്കെ ആയപ്പോൾ മുതൽ, വയസ്സല്ല കേട്ടാ, എന്താ പറയുക, 9ാം ക്ലാസ് 10ാം ക്ലാസ് മുതലൊക്കെ ഫെയർ ലവ്ലിയും അതുപോലെ തന്നെ എൻചാൻഡറിൻ്റെ പൗഡർ ഇല്ലേ, അതാണ് യൂസ് ചെയ്തിരുന്നത്. ഇപ്പം എൻ്റെ എൻചാൻഡറിൻ്റെ പൗഡർ ഇല്ല, കാരണം എന്താ വെച്ചാൽ അത് തീർന്നു പോയി. അപ്പം അതില്ല. ഫെയർ ലവ്ലി സെയിം തന്നെ, ചെറിയ ട്യൂബാണ്. നമ്മൾ പാവങ്ങളാണ് ഗീസ്. അപ്പം നമ്മളതിൽ ചെറിയ ട്യൂബ്. ഇത് എനിക്ക് തോന്നുന്നു 1 വർഷമൊക്കെ ആയിട്ടുണ്ടാവും. എക്സ്പയറി ആയോ? ഇല്ല, എക്സ്പയറി ആയിട്ടില്ല, 2025 വരെ ഉണ്ട്. പിന്നെ ഇത് ഇപ്പടുത്ത് ഞാൻ ഇവിടെ നമ്മളെ ഈ 2 ബിൽഡിംഗ് അപ്പുറത്തായിട്ടൊരു പുതിയ ഹൈപ്പർ മാർക്കറ്റ് വന്നിട്ടുണ്ട്. അവിടെ നിന്ന് കണ്ടപ്പോൾ എനിക്ക് എന്തോ ആഗ്രഹം. എനിക്കിത് എൻ്റെ ഷെയ്ഡാണോ അങ്ങനെയൊന്നും അറിയില്ല. ഇതാണ് സംഭവം. ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഇതുമ്പോൾ തന്നെ ഉണ്ട്, 550 ദിർഹംസാണ് ഇതിന്. അപ്പം ഇതെനിക്ക് കണ്ടപ്പോൾ ഞാൻ വാങ്ങിയതാണ്. ഇതുമ്പോൾ എന്തോ 110 അങ്ങനെ എന്തോ എഴുതിയിട്ടുണ്ട്, എനിക്ക് കറക്റ്റ് അറിയില്ല ഈ സംഭവം. ഇത് ഉപയോഗിച്ചിട്ടില്ല, ഉപയോഗിക്കണം എന്നുള്ളത്. ഇങ്ങനെ തുറന്ന് വെച്ചിട്ട് ഇങ്ങനെ നമ്മൾ ജസ്റ്റ് ഇതാക്കി നോക്കി. പക്ഷെ ഇത് ഇടാൻ വേണ്ടിയിട്ടുള്ള മറ്റേ ബ്രഷും കാര്യങ്ങളൊന്നും ഇല്ല എൻ്റെ കയ്യിൽ. അതൊക്കെ മേടിക്കണം. അതൊക്കെ എന്തൊക്കെയാണ് എന്നുള്ളത് അറിഞ്ഞിട്ട് വേണം മേടിക്കാൻ. അപ്പം അത് ഇതിൻ്റെ പേരെന്താണ്, കോമ്പാക്റ്റ് കേട്ടോ, കോമ്പാക്റ്റ് എന്ന് തോന്നുന്നുണ്ട്, കോമ്പാക്റ്റ്. പിന്നെ വന്നിട്ട് ഇതും ഇപ്പം അടുത്ത് വാങ്ങിയൊരു സംഭവമാണ്, മസ്കാര. ഇവിടെ അടുത്തൊരു ഷോപ്പിൽ പോയപ്പോൾ 1 ദിർഹംസിന് കണ്ടപ്പോൾ വാങ്ങിയതാണ്. ഇതും ഞാനിപ്പോൾ കുറച്ചായിട്ട് യൂസ് ചെയ്ത് തുടങ്ങിയിട്ടുള്ളൂ. ഇപ്പോൾ കുറച്ചായിട്ടെന്ന് വെച്ചാൽ 2 ദിവസം മുൻപത്തെ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ടതാണ് ഈ സംഭവം. പിന്നെ ഇത് കൺസീലർ. ഇതെനിക്ക് യൂട്യൂബിലൊക്കെ ഇങ്ങനെ കണ്ടിട്ട് ഭയങ്കരമായ ആഗ്രഹത്തിൽ ഞാൻ തന്നൂന്, എൻ്റെ അനിയത്തിനെ കൊണ്ട് വാങ്ങിപ്പിച്ചതാണ്. പക്ഷെ ഇത് യൂസ് ചെയ്യാറില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഇടുമ്പോൾ ഒന്നാമത്തെ എൻ്റെ കയ്യിൽ ഇടാനുള്ള ബ്രഷ് കാര്യങ്ങളൊന്നും ഇല്ല. അതുകൊണ്ട് തന്നെ ഇത് ഇടുമ്പോൾ എന്തോ ഇങ്ങനെ അവിടെ ഇങ്ങനെ ഇരിക്കും. അപ്പം അത് 2 പ്രാവശ്യമൊക്കെ ഇട്ടപ്പോഴും അങ്ങനെ തന്നെ ആയിരുന്നു. അപ്പം പിന്നെ അതിങ്ങനെ ഇടില്ല. പക്ഷെ എടുത്ത് വെച്ചിട്ടുണ്ട്, ഇടും ഞാൻ എന്തായാലും ഇടും. അതുകൊണ്ടാണ് ഞാൻ കളയാണ്ട് വെച്ചേക്കണത്. പിന്നെ ഈ 2 സംഭവം നമ്മൾ ഡേ ടു ഡേ എന്ന് വാങ്ങിയാണ്. കാണണ്ട, ഡേ ടു ഡേ എന്ന് വാങ്ങി. ഇതിന് 350 ഇട്ടാ. ഇതിങ്ങനെ ലിപ് ലൈനറാണ്. ലിപ് ലൈനർ എന്നൊക്കെ കാണുമ്പോൾ, വീഡിയോ കാണുമ്പോൾ മനസ്സിലായത്. ഒന്നും അറിയാത്ത പോലെ എന്നുള്ളതെന്ന് വെച്ചാൽ എനിക്കറിയില്ല സംഭവം. കണ്ടിട്ടൊക്കെ ഉണ്ട്, പക്ഷെ എനിക്കിത് യൂസ് ചെയ്യാൻ അറിയില്ല. ഇത് റെഡും ഒരു വേറെ ഏതോ ഒരു കളർ ഞാൻ കണ്ടിട്ടൊക്കെ ഉണ്ട്, പക്ഷെ യൂസ് ചെയ്തിട്ടില്ല എന്നുള്ളു. പിന്നെ ഞാൻ യൂസ് ചെയ്യണം, ഇത് ഞാൻ യൂസ് ചെയ്യാറില്ല കേട്ടോ. ഹിമാലയയുടെ കൺമഷി. ഇത് കുറേ നാളായിട്ട് നമ്മൾ ഈ ഫെയർ ലവ്ലിയുടെ ഒപ്പം തന്നെ യൂസ് ചെയ്യണ ഒരു സംഭവമാണ് ഇത്.
ഇതൊക്കെ ഒരുമിച്ച് എൻ്റെ കൂടെ ഉണ്ടായിരുന്നതാണ്. പിന്നെ മാത്രമല്ല നമ്മളെ ഈ ഡാസ്ലറിൻ്റെ ഐലൈനർ, ഇതും ഞാൻ ആദ്യം മുതലേ യൂസ് ചെയ്യുന്നത് തന്നെയാണ്. ഇപ്പം ഡാസ്ലറിൻ്റെ അത് ഇതും എത്ര റേറ്റൊക്കെ ദ്രവിച്ചു പോയി തോന്നുന്നുണ്ട്. കുറേ നാളായിട്ട് യൂസ് ചെയ്യണം കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടമാണ്. എനിക്ക് വേറെ ഒന്നും ഇടാൻ പറ്റൂല, യൂസ് ചെയ്തിട്ടില്ല, അതാണ് സത്യം. പിന്നെ എന്താ പറയുക, അങ്ങനത്തെ 2 എണ്ണം ഉണ്ട്. പിന്നെ ഇത് ഞാൻ യൂസ് ചെയ്യാറുണ്ട്. ഈ 2 ഇതിൻ്റെ പേര് എവിടെ, അതിൻ്റെ പേര് കാണില്ല. ഈ 2 സംഭവം യൂസ് ചെയ്യാറുണ്ട്. ഇത് ഈ കളർ ഒരു ലൈറ്റ് പിങ്ക്, ഇത് എന്താണെന്ന് വെച്ചാൽ ഇത് ഞാൻ ഫസ്റ്റ് ഗൾഫിൽ വന്നപ്പോൾ വാങ്ങിയത്. മീൻസ് ഫസ്റ്റ് ഷിക്കുനെ കല്യാണം കഴിച്ചതിന് ശേഷം ഫസ്റ്റ് വന്നപ്പോൾ എനിക്ക് വാങ്ങിച്ചു തന്നതാണ്. ഇത് ഇപ്പം അടുത്ത് വന്നപ്പോൾ വാങ്ങിയതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ചുണ്ട് ഭയങ്കരമായിട്ട് ഇങ്ങനെ ഡ്രൈ ആയിട്ട് പൊട്ടും. അപ്പം ആ ടൈമിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് വാങ്ങിയതാണ്. ഇത് ഞാൻ യൂസ് ചെയ്യാറുണ്ട്. പിന്നെ വന്നിട്ട് ഇതെനിക്ക് എന്താ പറയുക, കഴിഞ്ഞ പ്രാവശ്യം വാലന്റൈൻസ് ഡേക്ക് ഞാൻ റാഷിദിയിലുള്ള സമയത്ത് വാലന്റൈൻസ് ഡേക്ക് ഗിഫ്റ്റാണ്. എനിക്ക് ഇങ്ങനത്തെ ഒക്കെ സംഭവങ്ങൾ ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനത്തെ ഇത് ഞാൻ യൂസ് ചെയ്യില്ല, എടുത്തുവച്ചേക്കണം. ഇങ്ങനെ എടുത്തുവെച്ച് എൻ്റെ കയ്യിൽ കുറേ സാധനങ്ങൾ ഉണ്ടായിരുന്നു. അതൊക്കെ എന്നിട്ട് അവിടെ തന്നെ ഉണ്ട്. കുറേയൊക്കെ വാപ്പിച്ച് എന്താ പറയുക, എലി കടിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് എടുത്ത് മാറ്റി. പിന്നെ ഞാനിങ്ങനെ മിഠായി തിന്നതിൻ്റെ കവറുകളൊക്കെ ഇല്ലേ, അതൊക്കെ ഇങ്ങനെ എടുത്തേക്കും. പിന്നെ എനിക്ക് ചെറുതിൽ വാപ്പിച്ച് കൊണ്ടുവന്നിരുന്ന ക്ലിപ്പുകൾ, അതൊന്നും ആ ടൈമിൽ യൂസ് ചെയ്യാണ്ട് ഇങ്ങനെ എടുത്തേക്കും. എന്തിനെടുത്തുവെച്ചതെന്ന് എനിക്കിപ്പോഴും അറിയില്ല. ഇനി ഞാൻ എടുത്തേക്കൂല. അത് കാരണം തന്നെ ഞാൻ ഇപ്പം യൂസ് ചെയ്ത് തുടങ്ങി. പക്ഷെ ഇത് യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. ഇത് ഇങ്ങനെ ബാഗിൽ വെച്ചിട്ടുണ്ട്, പക്ഷെ യൂസ് ചെയ്യാൻ മിററാണ്. കണ്ട രസമുണ്ട്, കുഞ്ഞു സാധനം, എനിക്ക് നല്ല ഇഷ്ടം. പിന്നെ വാസ്ലിൻ, ഇത് 550 തന്നെയാണ്. ഇത് ഫേസിൽ യൂസ് ചെയ്യണല്ല, കാലുമ്മൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിയാണ്. കുഞ്ഞി തീർന്ന് ദാരിദ്ര്യായി. പിന്നെ എന്താ, 3 എണ്ണയോ ചില സമയത്ത് തപ്പിയാൽ തന്നെ കിട്ടൂല. ഇതിപ്പോൾ 3 എണ്ണം ഉണ്ട് എൻ്റെ. പിന്നെ ഇതാണ് കുറേ നാളായിട്ട് യൂസ് ചെയ്തിരുന്നത് കേട്ടോ. എന്നുവെച്ചാൽ നാട്ടിലൊക്കെ ഉള്ള ടൈമിൽ. പക്ഷെ ഇതിലൊന്നുമില്ല. ഇത് പണ്ട് ഫാസിൽക്ക ബാംഗ്ലൂർക്ക് ട്രിപ്പ് പോയപ്പോൾ വാങ്ങിച്ചുകൊണ്ടെന്നാണ്. പക്ഷെ ഇതിലൊന്നുമില്ല. ഇല്ലെങ്കിലും വെറുതെ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ആക്കിയിരുന്നു. അത് ഇപ്പോഴും കയ്യിലുണ്ട്. ഇനി ഇതൊക്കെ മാറ്റണം. പിന്നെ നമ്മളെ ഈ സാധനം, അയ്യോ, ലിപ്സ്റ്റിക്ക് എന്ന് പറഞ്ഞ സാധനം ഇടാൻ എനിക്ക് ഇങ്ങനെ യൂട്യൂബിലൊക്കെ കണ്ടിട്ട് ഓരോരുത്തർ ഇങ്ങനെ ഇടണമൊക്കെ കാണുമ്പോൾ എനിക്ക് ലിപ്സ്റ്റിക്ക് എന്ന് പറഞ്ഞ സാധനം മേടിക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പം എനിക്ക് ഏത് ഷെയ്ഡാണ് മേടിക്കേണ്ടത്, എങ്ങനെയാണ് ഒന്നും അറിയില്ല. എനിക്ക് ഇത് കറക്റ്റായിട്ട് ചുണ്ടിൽ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ തന്നെ അറിയില്ല. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇങ്ങനെ ഇതാവും. അപ്പം അങ്ങനെ ലിബാമ് പിന്നെ കുഴപ്പമില്ലല്ലോ. അങ്ങനെ എന്താ പറയുക, ഞാൻ ഷിക്കുനോട് പറഞ്ഞിട്ട് കളർ ഏതെടുക്കണ്ടേന്നൊന്നും അറിയില്ല. ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയ സാധനമാണിത്. റേറ്റ് എത്രയായിരുന്നു മറന്നുപോയി. ഇത് ഷുഗറിൻ്റെ ഉണ്ടാക്കണ്ട, പക്ഷെ ഷുഗറിൻ്റെ ഈ കളർ അല്ല, ഇത് 43ൻ്റെ. പക്ഷെ ഇതെനിക്ക് ഇഷ്ടമായില്ല. കാരണം ഇത് മറ്റേ ഫ്ലിപ്കാർട്ടിൽ കണ്ട പോലെ അല്ല. കണ്ട പിങ്ക് കളറ്, അത് ഇട്ടേ ഞാൻ തീരെ ഇതാവൂല. ഒരു തവണ ഇട്ടിട്ട് അയ്യോ കടാ, എന്തപ്പി കാണിക്കണേ, കാണില്ലല്ലോ. ഇപ്പൊ കാണണ്ട, കേട്ട അത് ഇത് ഒരു സുഖമില്ല. പക്ഷെ എനിക്ക് വേറെ ലിപ്സ്റ്റിക്ക് മേടിക്കണമെന്നുണ്ട്. പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കണമെന്നുണ്ട്. ഇത് ഉപയോഗിക്കാനും പഠിക്കണം. സത്യമായിട്ടും എനിക്ക് ഉപയോഗിക്കാൻ അറിയില്ല ഈ സംഭവങ്ങളല്ല. ഇത് ഞാൻ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന സംഭവങ്ങൾ ഇതാണ്. ഈ 3 സംഭവങ്ങളും. പിന്നെ പൗഡർ ഇടും കേട്ടോ. പൗഡറിനായിട്ട് ഞാൻ യൂസ് ചെയ്തിരുന്ന എൻചാൻഡർ ആയിരുന്നു. പക്ഷെ ഇപ്പം അതില്ലാത്ത കാരണം കൊണ്ട് തന്നെ ഞാൻ ഇച്ചൂസിൻ്റെ ബേബി പൗഡർ ഇല്ലേ, ഹിമാലയയുടേത്, അതാണ് യൂസ് ചെയ്യുന്നത്.
ഇനി ഇതൊക്കെ ഷാള് ലംബാക്കും. ഇത് എന്താ പറയാ സെറ്റ് ചെയ്തെടുക്കണം. അപ്പൊ ഇത്രയൊക്കെ സാധനങ്ങളാണ് എൻ്റെ ബാഗിലുള്ളത്. ഇതിലേതെങ്കിലും സംഭവങ്ങൾ നിങ്ങളതിൽ ഉണ്ടോ ഇല്ലേ എന്നുള്ളതൊക്കെ ഒന്ന് കമന്റ് ചെയ്യുക. ബോറടിച്ചോ? അപ്പൊ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ടാറ്റാ.